എന്തിനാടാ എല്ലാരും കൂടെ പാവം പേളി മണി ഇങ്ങനെ പറയുന്നത്? അവരെ കുറച്ച് സമാധാനപരമായി സംസാരിച്ചു. അതിനെങ്ങനെയാണ് അവരെങ്ങനെ ദുഷിക്കാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പോലെ ആ ചന്ദ്രമന്ദിറിൽ ആ പിള്ളേർ ചെന്ന് കിടന്ന് നിൽക്കേണ്ട അടി എത്രയാ ഡൽഹി പോലീസിന്റെ നിന്ന് വാങ്ങുന്നതൊക്കെ കണ്ടിട്ടാവണം പേളി മണി പറഞ്ഞത് നിങ്ങൾ തിരിച്ചു പോകും, നിങ്ങളുടെ ഹെൽത്ത് ഒക്കെയാണ് ഏറ്റവും വലുതെന്നുള്ളത്. ഇപ്പൊ പേളിയെ സംബന്ധിച്ച് ആൾ അത്യാവശ്യം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. മാണി എന്ന് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കർ അച്ഛന്റെ ഒരു മകളൊക്കെയാണ്. അതിന്റെ അതേ പ്രസരിപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പേളി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചെന്തെങ്കിലും നേടിയെടുക്കേണ്ട ആവശ്യമൊന്നും പേളി മണിക്കില്ല. അപ്പൊ ഈ വെയിൽ കൊണ്ട് കിടന്ന് സ്ട്രൈക്ക് ഒന്നും ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അത് അവരുടെ തെറ്റല്ലല്ലോ. അവര് കുറച്ച് പ്രിവിലേജ്ഡ് ആയി പോയതും അവരുടെ തെറ്റല്ലല്ലോ. അപ്പൊ പിന്നെ അവരതങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾ ഇത്രയും പ്രതിഷേധിക്കാൻ എന്തിരിക്കുന്നു? എന്തിനാണ് അവരെങ്ങനെ പറയുന്നത്? അല്ലെങ്കിലും പാവം പേളി മണി എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രകാശം പരത്തി നടക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലേ, ഒരു യൂട്യൂബർ അല്ലേ, നല്ലൊരു അമ്മയല്ലേ, നല്ലൊരു ഭാര്യയല്ലേ, നല്ലൊരു കുലസ്ത്രീയല്ലേ അവര്. ഇപ്പൊ റീസെന്റ് പണ്ടേ ഇനി പറഞ്ഞൂടാ, റീസെന്റ് ഒക്കെ ആരും കണ്ടാൽ കുതിച്ചു പോകുന്ന വ്യക്തിത്വത്തിന് ഉടമയല്ലേ. എന്തിനാണ് അവരുടെ ആ തോല് നിങ്ങൾ എല്ലാവരും കൂടെ വലിച്ചൂരിയത്? ഭയങ്കര കഷ്ടമാണ് കേട്ടോ. പേളി എത്രയെന്ന് പറഞ്ഞ ആളുകൾ ബ്ലോക്ക് ചെയ്യും, അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കല്ലേ. ആ സമയത്ത് അവർക്ക് 2 കോണ്ടന്റ് കൂടി എടുത്തൂടെ? ഇനിയും എത്രയോ വലിയ വലിയ സെലിബ്രിറ്റീസിനെ കൂടെ പേളി മണിക്ക് തങ്ങളുടെ ഷോയിൽ കൊണ്ടുവരാനുള്ളതാണ്. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ വല്ല ഇടിയും വന്ന് വാതിലി മുട്ടി എല്ലാം തീർന്നില്ലേ? നിങ്ങൾ ഈ പണക്കാരുടെ സ്റ്റാൻഡേർഡ് ഉള്ള പീപ്പിൾസിന്റെ വിഷമം കൂടെ തിരിച്ചറിയൂ. എനിക്കത് മനസ്സിലാവുന്നു. വൈ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? എനിവേ അത് അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന പോലെ ഈ ചന്ദ്രമന്ദിറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ ഒരുപാട് ആളുകൾ, നല്ല നട്ടലുള്ള സെലിബ്രിറ്റീസ് ഒക്കെ അതിൽ പങ്കുചേരുന്നതും പ്രതികരിക്കുന്ന ഒക്കെ കണ്ടു. ബിഗ് സല്യൂട്ട്. അപ്പോൾ ഇത് പ്രതികരിക്കാത്തവർ നട്ടലില്ലാത്തവരാണെന്നല്ല. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയുന്നില്ല. ഇപ്പൊ പേളി മണിക്ക് സാഫ്രോൺ ഇഷ്ടമാണ്, അതിലൊരു തെറ്റുമില്ല. പേളിക്ക് എന്തുകൊണ്ട് സാഫ്രോൺ നിറയെ ഇഷ്ടപ്പെട്ടുകൂടാ? ഇതിലൊന്നും ഒരു തെറ്റുമില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, 100% ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ നിലനിൽപ്പ് കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റെന്തോ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മറ്റെന്തോ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ കുറച്ച് പേരൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങും ഇങ്ങും അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് മുട്ടുകയും ചെയ്ത് മറുപടി കൊടുക്കണം. നാളെ 2 പെമ്മക്കൊക്കെ ഒന്നും ഉണ്ടാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അവർക്കൊക്കെ വല്ല ആവശ്യമുണ്ടോ? അവർക്കൊക്കെ ഇത്രയും പൈസ ഇല്ല. അവർക്ക് ഈ സ്ട്രൈക്കിന് വേണ്ടി ചെന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അങ്ങനെയല്ലല്ലോ. എല്ലാവരും കഷ്ടപ്പെട്ട് ഇല്ലാത്ത പൈസയും ലോണൊക്കെ എടുത്തിട്ട് മക്കള് ഡോക്ടറായി കാണുമെന്ന് പറഞ്ഞ് നീറ്റിനൊക്കെ കൊണ്ടാക്കി ഒരു അപകരില്ലാതെ ആ പിള്ളേർ പഠിച്ച് ലാസ്റ്റ് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ പൈസ ഉള്ള ആൾക്കാരുടെ മക്കളൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് അത് വാങ്ങിച്ച് ചോർത്തി. അപ്പൊ ഈ കുട്ടികളൊക്കെ ഒരു ജനാധിപത്യ രാജ്യമില്ലേ, അങ്ങ് ഇല്ലാണ്ടായി പോകില്ലേ? അപ്പൊ ഇതിനെതിരെയൊക്കെ അവർ പ്രതിഷേധിക്കണ്ടേ? അവർക്ക് സമാധാനത്തിന് വെള്ളരിപ്രാവ് പുറത്ത് വീട്ടിൽ ഇരുന്നാൽ പൈസ കിട്ടൂലല്ലോ. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച്, പിന്നെ കൃഷ്ണകുമാറിന്റെ മക്കളെയൊക്കെ സംബന്ധിച്ച് വീട്ടിന്റെ 4 ചുമരിരുന്ന ഈ പറയുന്ന പോലെ ജനിച്ചത് അത്യാവശ്യം നല്ല വീട്ടിലും കുടുംബത്തിലും നല്ല തന്തയ്ക്കൊക്കെ ആയ നല്ല പേര് കേട്ട അച്ഛനൊക്കെ ആയതുകൊണ്ട് ആ ഒരു ചായ്വ് പറ്റി ഓൾറെഡി ഫെയിം ആണ്. പിന്നെ ഈ പറയുമ്പോൾ 4 ചുമരിരുന്ന അമ്മേരെ അച്ഛന്റെ അടി, അമ്മേരെ അമ്മൂമ്മേരെ അടി, മാമീരെ അടി, അപ്പുറത്തിരിക്കുന്നവന്റെ അടി, ഇതൊക്കെ 4 ചുമരിരുന്ന് കോണ്ടന്റ് ആക്കി ഇട്ട് അവർക്കൊക്കെ ജീവിക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം. സ്റ്റാൻഡേർഡ് ഫാമിലി വിട്ടുകളാം. പക്ഷെ അതുപോലെയല്ലോ ഈ നാട്ടിലെ പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറൊക്കെ ആവണമെന്ന് ആഗ്രഹമുള്ള പിള്ളേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത നിങ്ങളെ തെറ്റല്ല, അത് നിങ്ങളെ തെറ്റല്ല. അപ്പൊ എന്തായാലും നട്ടലോടെ പ്രതികരിച്ചു ഒരുപാട് സെലിബ്രിറ്റീസ്. ജ്യോതിക മാമിന്റെ ഒക്കെ പോസ്റ്റ് ഞാൻ കണ്ടു, ഭയങ്കര നല്ല പോസ്റ്റാണ്. കിടിലുമായിട്ട് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അയാൾ രാജിവെക്കുക തന്നെ വേണം എന്നുള്ള ഒരു ഒരു ഉറച്ച തീരുമാനത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടു, ഒരുപാട് സെലിബ്രിറ്റീസിന്റെ. അപ്പം എന്തായാലും ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ടബിലിറ്റി ആരും ഏറ്റെടുത്തില്ല. റീ എക്സാം നടത്തിയതോ ഇപ്പൊ അലോട്ട്മെന്റ് കൊടുത്തോ ഒന്നും അതിനൊരു പരിഹാരമല്ല. വളരെ അപ്രതീക്ഷിതമായാണ് ഈ ഒരു പേപ്പർ ചോർന്നത് തന്നെ അറിഞ്ഞത്. അപ്പൊ അത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എത്രയോ അർഹതയില്ലാത്തവർ നാളെ നമ്മളെ പോലുള്ള എത്രയോ പേര് ഡോക്ടേഴ്സ് ആയിട്ട് വന്ന അപ്പൊ നമ്മുടെയൊക്കെ ജീവൻ ആര് വില പറയും? ഇപ്പൊ പോയ കുട്ടികളുടെ ജീവൻ ആര് വില പറയും? അവരുടെ ജസ്റ്റിസ് എവിടെ? അപ്പൊ ഇതിനൊക്കെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇത്രയും നിരന്തരം ഉണ്ടായിട്ടും അവിടെ ഇരിക്കുന്നവർക്ക് ഉറപ്പില്ലെങ്കിൽ, നേരെ ഒരു രാജ്യത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണ്ടേ? ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പൊ രാജിവെച്ചിട്ട് പിന്നെ അയാൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? രാജിവെക്കുക തന്നെ വേണം. അപ്പൊ ഇതൊരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ ചോദ്യം ചെയ്യും. ആ ഒരു ചോദ്യത്തെ പോലും വളരെ അക്രമാസക്തമായ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് ആളുകളെ വാ തുറക്കാൻ സമ്മതിക്കാതിരിക്കുന്നു. അതിന് പരം അനീതി ഇനി നടക്കാനില്ല. അത് നമ്മൾ മിണ്ടാതെ കേട്ടോണ്ടിരുന്നാൽ നാളെ AC റൂമിൽ ഇരിക്കുന്ന നിങ്ങളുടെ മക്കളെ തേടിയും പ്രശ്നങ്ങൾ എത്തും. അത് മാത്രം ആലോചിക്കാം. അപ്പൊ എനിവേ എല്ലാവരുടെയും ഈ പറയുന്ന ഇവരുടെ പ്രശ്നങ്ങൾ മാറട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കട്ടെ. എന്തായാലും ഈ പ്രക്ഷോഭങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ആ വിജയം കണ്ട് തന്നെ, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ മഹത്വം നിലനിർത്തിക്കൊണ്ട് വിജയം കണ്ട് തന്നെ അത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറയുന്ന പോലെ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടുകൾ എന്നും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും.